ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സാത്താന്റെ 6 ആയുധങ്ങളെ കുറിച്ചാണ്. സാത്താൻ എടുത്തുപയോഗിക്കുന്ന 6 ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങളെ കുറിച്ച് കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, നമ്മൾ ഉറക്കം തൂങ്ങിയിരുന്നാൽ ജീവിതത്തിൽ വിജയം വരിക്കാൻ നമുക്ക് പറ്റില്ല. സാത്താൻ നമ്മെ പരാജയപ്പെടുത്തിയിരിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ട് 2 തീമോത്തി 2-ാം അധ്യായം അതിൻ്റെ ആദ്യ വചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവമക്കൾ ക്രിസ്തുവിൻ്റെ പടയാളികളായിരിക്കണം. നമുക്കറിയാലോ, പടയാളികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കുരിശിൻ്റെ വഴിയൊക്കെ നടത്തുമ്പോൾ ആ പടത്തേലെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ. ഒരു പടയാളി എപ്രകാരമാണ് പടയാളി എക്യുപ്ഡായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആയുധങ്ങളേന്തിയാണ് പടയാളി യുദ്ധത്തിന് പോവുക. നിങ്ങളൊന്ന് ചിന്തിച്ചേ. അങ്ങനെ ആയുധങ്ങളുമായിട്ട് വരുന്ന ഒരു വ്യക്തിക്കെതിരെ നമ്മൾ ആയുധങ്ങളൊന്നുമില്ലാതെ വേണേ ഒരു 3/4 ഇട്ട് ഒരു ബനിയനും ഒരു കപ്പക്കോലും കൈ പിടിച്ച് നമ്മൾ യുദ്ധത്തിന് ഇറങ്ങുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? അധികം സമയമൊന്നും വേണ്ട നമ്മളെ അവർ അരിഞ്ഞ് താഴെ ഇടാനായിട്ട്. അതുകൊണ്ട് സാത്താൻ ആയുധങ്ങൾ എടുത്തു വരുന്നവനാണ്. നമ്മളും അതനുസരിച്ച് ദൈവത്തിൻ്റെ ആയുധങ്ങൾ എടുക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് എന്ന ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. 2 തീമോത്തി 2-ാം അധ്യായം ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ പടയാളികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ആയുധങ്ങൾ ഏന്തണം. യുദ്ധത്തിന് പോകുമ്പോൾ ആയുധധാരികളായിട്ട് യുദ്ധത്തിന് പോകാൻ നമുക്ക് പറ്റണം. രണ്ടാമത്തെ കാര്യമാണ്, കഷ്ടപ്പാടുകൾ സഹിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇത് പലരും ആ ഒരു മേഖലയിൽ പരാജയപ്പെടുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് സാത്താന് വളരെ എളുപ്പത്തിൽ നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റുക. സഹനങ്ങൾ എടുക്കാൻ, കഷ്ടപ്പാടുകൾ എടുക്കാൻ നമ്മൾ സന്നദ്ധരാകണം. മൂന്നാമതൊരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, സാധാരണ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടമാണ് നാം നിറവേറ്റേണ്ടത്. നമുക്ക് നമ്മുടെ ഇഷ്ടം, നമ്മുടെ തോന്നിയാസം അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. സൈന്യത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള ഒരു കടമ നമുക്കുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സുരക്ഷിതരാകും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് സാത്താൻ്റെ 6 ആയുധങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ഒന്നാമത്തെ ആയുധമാണ് നുണ, ലൈ. നമുക്കറിയാമല്ലോ, സാത്താൻ്റെ ഒരു ട്രേഡ് മാർക്ക്, അവൻ നമ്മെ നുണ വിശ്വസിപ്പിച്ച് നാശത്തിലേക്ക് നയിക്കുക. അതാണ് അവൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്നുള്ളത് മറക്കരുത്. ഉൽപ്പത്തി 3-ാം അധ്യായം 4 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ ഹവ്വായെ നുണ വിശ്വസിപ്പിച്ചു. ആദ്യത്തെ നുണ പറഞ്ഞത്, ഈ ലോകത്ത് ആദ്യത്തെ നുണ പറഞ്ഞത് സാത്താനാണ്. ആരോടാ പറഞ്ഞ്? ഹവ്വായോട്. അവളെ അത് വിശ്വസിപ്പിച്ചു. അവസാനം അത് എത്ര വലിയ നഷ്ടത്തിലേക്കാണ് അവരെ നയിച്ചത് എന്ന കാര്യം നമുക്ക് ഉൽപ്പത്തി 3-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ പറ്റും. 2 ദിനവൃത്താന്തം 18-21 മുതൽ വായിക്കുമ്പോൾ നുണയുടെ ദുരാത്മാവ് കുടിയിരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. പ്രവാചകന്മാരുടെ അധരത്തിൽ പോലും അത് സംഭവിക്കാം എന്നുള്ളത് ഈ ഒരു വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കും. പ്രഭാഷകന്റെ പുസ്തകം അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 24-25 വചനങ്ങൾ എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നുണ വികൃതമായ കറയാണ്, അജ്ഞൻ്റെ അധരത്തിൽ അത് എപ്പോഴും ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നുണ സാത്താൻ്റെ ഒരു ആയുധമാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. രണ്ടാമത്തേതാണ് കെണി. നമുക്കറിയാമല്ലോ, സാത്താൻ കെണി വെക്കാൻ മിടുക്കനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കെണിയിൽ പെടാതിരിക്കാൻ നമ്മൾ അതീവ ജാഗ്രത പുലർത്തേണ്ടവരാണ്. 2 തീമോത്തി 2-ാം അധ്യായം 26-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ കെണിയെക്കുറിച്ചാണ്. അവൻ്റെ ഇഷ്ടനിർവഹണത്തിനായിട്ട് ദൈവമക്കളെ കെണിയിൽപ്പെടുത്തിയിരിക്കുന്നു. ഈ കെണിയിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് സുബോധമുള്ളവരായി പുറത്തു വരാൻ പറ്റും. ഈ സുബോധം ഇല്ലാതിരുന്നാൽ ആ കെണിയിൽ നമ്മൾ അകപ്പെട്ട് അതിനകത്ത് തന്നെ കിടന്ന് നാശമടി. അത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മൂന്നാമത്തെ ഒരായുധമാണ് വഞ്ചന. വെളിപാട് 12-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സാത്താനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്നവനാണ് സാത്താൻ. അതുകൊണ്ട് വഞ്ചന അവൻ്റെ ഒരു ആയുധമാണ്. ഇനി അതിൽ പെട്ട് നാശമടയാതിരിക്കാൻ ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യെശയ്യാ 33 1-ാമത്തെ വചനം എടുത്താൽ ചിലർ അവരുടെ ഒരു ട്രേഡ് മാർക്കായി മാറിയിരിക്കുന്നത് വഞ്ചനയാണ്. പറ്റുന്ന രീതിയിലെല്ലാം മറ്റുള്ളവരെ വഞ്ചിക്കും. യെശയ്യാ 33-ന്റെ 1-ൽ പറഞ്ഞിട്ടുണ്ട്, വഞ്ചിക്കപ്പെടാതിരിക്കെ വഞ്ചിക്കാൻ നീ പരിശ്രമിക്കുന്നെങ്കിൽ നിന്റെ വഞ്ചന തീരും മുമ്പ് നീ വഞ്ചിക്കപ്പെട്ടിരിക്കും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 2 തീമോത്തി 3-ാം അധ്യായം 13-ാമത്തെ വചനം എടുക്കുമ്പോൾ, ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപതിച്ചിരിക്കും. പറയുണ്ട്, ഇത് നമ്മുടെ ട്രേഡ് മാർക്ക് ആകേണ്ട ഒരു കാര്യമല്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, സാത്താൻ്റെ മക്കളല്ല. 4-ാമത്തെ ഒരു ആയുധമാണ് ചതി. ചതിക്കാൻ മിടുക്കനാണ് സാത്താൻ. സാത്താൻ്റെ ഒരു ട്രേഡ് മാർക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചതി. 2 കൊറിന്തോസ് 11 3-ാമത്തെ വചനത്തിൽ പൗലോസ് ലീഗ അങ്ങനെ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
ആദിമാതാപിതാക്കൾക്ക് പറ്റിയ ചതിയെക്കുറിച്ച്. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ ക്രിസ്തുവിൽ നിന്ന് നിങ്ങളുടെ ചിന്തകളെ വ്യതിചലിപ്പിക്കാൻ സാത്താൻ പരിശ്രമിക്കും. 2 കൊരിന്തോസ് 11-ാം അധ്യായം 3-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഉൽപ്പത്തി 27:36 എടുക്കുമ്പോൾ ഏസാവിനെ ചതിയിലൂടെ അവന് കിട്ടേണ്ടിയിരുന്ന അനുഗ്രഹം യാക്കോബ് തട്ടിയെടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവമക്കളായി നമ്മൾ ചതിക്കുന്നവരാകരുത്. ചതിയിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 5-ാമത്തെ ആയുധമാണ് കൂരമ്പ്. എഫേസസ് 6:16 വായിക്കുമ്പോൾ ഫ്ലെയിമിംഗ് ആരോസിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും, കൂരമ്പ്. അതുപോലെ തന്നെ സുഭാഷിതങ്ങൾ 26:18-19 വചനങ്ങളും ഇക്കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. അവസാനത്തെ ആയുധമാണ് കുടിലതന്ത്രം. ഇംഗ്ലീഷിൽ പറയും വയൽസ് ഓഫ് ദ ഡെവിൾ. കുടിലതന്ത്രം ഇത് സാത്താൻ്റെ ഒരു ആയുധമാണ്. എഫേസസ് 6-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ ഇതേക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കണം. അങ്ങനെയുള്ളവർക്കാണ് ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധിക്കുന്നത് എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ആയുധങ്ങളെടുത്ത് നമുക്കെതിരെ വരുന്ന സാത്താൻ്റെ മുമ്പിൽ പരാജയപ്പെടാതിരിക്കാൻ ദൈവത്തിൻ്റെ ആയുധങ്ങളെടുത്ത് ഈ സമരായുധങ്ങളോടെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് ആഗ്രഹിക്കാം, തീരുമാനമെടുക്കാം. അതിനുവേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ ഇന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിക്കുന്നത്, ജാഗ്രത പുലർത്താതിരിക്കുന്ന വ്യക്തികളുണ്ട്. അതുമൂലം കെണിയിൽപ്പെട്ടു പോകുന്നവർ, അവരെ സുബോധം വീണ്ടെടുത്ത് ജാഗരൂകരാകുവാൻ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. വഞ്ചകനും സൂത്രശാലിയും ഞങ്ങളുടെ യഥാർത്ഥ ശത്രുവുമായ പിശാചിനെ പരാജയപ്പെടുത്തിയ യേശുനാഥ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സാത്താന് ഞങ്ങൾ ഇടം കൊടുത്തതിലൂടെ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന അവൻ്റെ സ്വാധീന വലയത്തിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അവൻ മൂലം ഞങ്ങളുടെ മേൽ നിവധിച്ചിരിക്കുന്ന രോഗദുരിതങ്ങളിൽ നിന്നും എല്ലാവിധ തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിതരാക്കണമേ. സാത്താൻ്റെ ഉദ്യമം പത്രോസിൻ്റെ മേൽ വിജയം വരിക്കാതിരിക്കാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച യേശുവേ, ഞാനും എൻ്റെ കുടുംബവും ലോകം മുഴുവനും സാത്താൻ്റെ ശക്തി വലയത്തിലാകാതെ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലായിരിക്കാൻ അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. സാത്താനെ ഭയപ്പെടുന്നതിനേക്കാൾ ആത്മീയ സമരായുധങ്ങളേന്തി അവൻ്റെ മേൽ വിജയം വരിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുത്ത് അതെല്ലാം സഫലമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.